കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കർത്താവേ, അധ്യായം 16 വചനങ്ങള് 21 മുതൽ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എന്റെ മുന്നിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? കർത്താവിന്റെ സുവിശേഷം. മിശിഹായിൽ പ്രിയ സഹോദരനെ, ഈ വചനഭാഗം ഞാൻ തപസ്സിലൂടെ കടന്നു പോകുമ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ തപസ്സിലായിരുന്നു. ഇപ്പോഴും തപസ്സിൽ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യാഴാഴ്ച മുതൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും. കാരണം ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അനേകായിരങ്ങളാണ് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങള്, തങ്ങളുടെ നൊമ്പരങ്ങള്, തങ്ങളുടെ വേദനകള് വാട്സാപ്പിലൂടെ നേരിട്ടും അറിയിച്ചത്. ഇപ്പൊ തീർച്ചയായിട്ടും നമ്മള് ത്യാഗം സഹിച്ച്, വേദന സഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊത്തിരി ശക്തിയുണ്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മൾ വെറുതെ ഒരു പ്രസംഗം പറയുന്നതിനേക്കാൾ വലിയൊരു ശക്തമായ ദൈവിക ഇടപെടലാണ് നമ്മൾ ഇച്ചിരി ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും നമ്മളായിരിക്കുന്ന സമൂഹത്തിനും ലഭിക്കുന്നത്. ഞാൻ ഈ വചനഭാഗം എടുത്തതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഇന്ന് കേരളം അല്ലെങ്കിൽ ലോകം, നമ്മുടെ ഭാരതം മുഴുവൻ വേദനിക്കുന്ന ഒരു സമയമാണ്. ഒരൊറ്റ രാത്രി വെളുത്തപ്പോൾ തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ഈ വേദനിക്കുന്ന രംഗങ്ങൾ കാണുകയാണ്. ഇതില് 1-2 കമന്റുകൾ, ആ നിസ്സഹായരായ മനുഷ്യരുടെ വേദന, അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ കരച്ചില് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. തകർന്ന അവിടെ നിന്നുകൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ ചോദിക്കുകയാണ്, എന്തിനാ ദൈവം ഞങ്ങളോട് ഇത് ചെയ്തത്? ദൈവം എന്തിനാ ഈ ചെയ്ത് ഞങ്ങളോട് ചെയ്തത്? ഇതിനൊക്കെ പാപം വല്ലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തിനാ ദൈവം ഞങ്ങളെ ശിക്ഷിക്കുന്നത്? സ്നേഹമുള്ളവരെ, ഈ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുക, മക്കളെ, ഈ വേദന, ഈ ദുഃഖം, ഈ ദുരിതം, ഈ ദുരന്തം ഞാനായിട്ട് നിങ്ങൾക്ക് തരുന്നതല്ല. പലപ്പോഴും നമ്മൾ ദൈവ സ്നേഹത്തിൽ നിന്ന് അകലുന്നത്, ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അകലുന്നത് ഈ തെറ്റായ ധാരണ കൊണ്ടാണ്. ഈ ദുരിതവും ദുരന്തവും വേദനകളും ദുഃഖങ്ങളും തകർച്ചകളും എല്ലാം എന്റെ ദൈവം എനിക്ക് തരുന്നു. എന്നാൽ കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്താണ്? എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക. ഈ കുരിശ് ഈശോയുടേതായിരുന്നെങ്കിൽ ഒരിക്കലും ഈശോ പറയില്ലായിരുന്നു തന്റെ കുരിശെടുത്തോണ്ട് പോരാൻ. അപ്പോൾ ഈ കുരിശുകള് നമ്മുടെ ഓരോരുത്തരുടെയും കുരിശുകളാണ്. എന്നാൽ ഈ കുരിശെടുത്ത് നമ്മളൊക്കെ തളർന്നു വീഴാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വേദനിക്കുന്ന കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ദുഃഖങ്ങൾ കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല.
എന്തുകൊണ്ട് ഈ ദുരിതം സംഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഈ വേദനയിൽ, ഈ ദുഃഖത്തിൽ, ഈ നിസ്സഹായതയിൽ, ഈ പ്രതിസന്ധിയിൽ നമ്മൾ തമ്പുരാനെ അള്ളിപ്പിടിക്കും. കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കും. ആ തമ്പുരാന്റെ സ്പർശനത്തിന് വേണ്ടി, ദൈവിക ഇടപെടലിന് വേണ്ടി നമ്മൾ വാവിട്ട് നിലവിളിക്കും, തമ്പുരാനെ നീ ഒന്ന് ഇടപെടണം. അപ്പസ്തോലന്മാര് ആ വള്ളത്തിന്റെ, വഞ്ചിയുടെ കരയിലിരുന്ന് വള്ളം കാറ്റും കോളും അടിച്ചപ്പോൾ, കർത്താവേ നീ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ അപ്പസ്തോലന്മാരെ പോലെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകുക. സ്നേഹമുള്ളവരെ, യാക്കോബ് ശ്ലീഹ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തില്, പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. കാരണം ദൈവം തിന്മയാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ ദുരന്തത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എന്തുകൊണ്ടാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം എനിക്കും നിങ്ങൾക്കും തന്ന ഏറ്റവും വലിയ ദൈവികമായ അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം നാശത്തിലേക്ക് പോകാനുള്ളതല്ല, നന്മയിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ദൈവം നമുക്ക് തന്ന ദൈവിക സ്വാതന്ത്ര്യത്തെ കാറ്റിപ്പറത്തി നമ്മൾ ലോകത്തിന്റെ ജഡത്തിന്റെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ, ദൈവിക സംവിധാനത്തിൽ, ദൈവിക ക്രമീകരണത്തിൽ ക്രമക്കേടുകൾ സംഭവിക്കുക. അപ്പോൾ ക്രമം തെറ്റിയ ലോകമാണ് നമുക്ക് ദുരിതവും ദുരന്തവും സമ്മാനിക്കുന്നത്. ആ ക്രമം തെറ്റിയ ലോകം നമുക്ക് ദുരന്തവും സമ്മാനിക്കുമ്പോൾ, നമ്മെ സ്നേഹിക്കുന്ന ഈശോ നമ്മളോട് പറയുകയാണ്, മക്കളെ, അധ്വാനിക്കുന്നവരായ, ഭാരം വഹിക്കുന്നവരായ, ജീവിത ക്ലേശം അനുഭവിക്കുന്നവരായ നിങ്ങള് ഈ ലോകത്തിന്റെ പുറകെ പോകാതെ എന്റെ പക്കലേക്ക് വാ. ആ നാഥന്റെ സ്നേഹം, ആ നാഥന്റെ കരുതൽ, ആ നാഥന്റെ പരിപാലന, ആ നാഥന്റെ സംരക്ഷണം, അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ഇനി നമുക്കറിയാം, അച്ഛനെ നമ്മൾ ബോധിപ്പിക്കുന്നുണ്ട്, ദുഷ്ടർക്കൊരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. അതുപോലെ നമ്മുടെ പാപകരമായ മാർഗങ്ങള് അല്ലെങ്കിൽ തിന്മ ഈ ലോകത്ത് ദുരിതം സമ്മാനിക്കുമ്പോൾ നിഷ്കളങ്കരായ അനേകരും വേദന അനുഭവിക്കുക. അവിടെ ഓർക്കേണ്ടത്, ഒരു വ്യക്തി കാണിക്കുന്ന ക്രമക്കേട് ആ വ്യക്തി മാത്രമല്ല, അതിന്റെ പരിണിത ഫലം അനേകര് അനുഭവിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സഹനങ്ങള് അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ സഹിക്കേണ്ടി വരുമ്പോൾ, ഇപ്പം നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങള് വലിയ ദുരന്തത്തിലൂടെ കടന്നു പോവുകയാണ്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ആ സഹോദരങ്ങൾ നിഷ്കളങ്കരാ, ഒരു തെറ്റും ചെയ്യാത്തവരാ. പക്ഷെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന തെറ്റിന്റെ ഫലം ആ നിഷ്കളങ്കരായവരും അനുഭവിക്കുക. അപ്പൊ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ശരിയാ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെയാണ് ദൈവത്തിന്റെ മനോഭാവം നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ സഹിക്കേണ്ടി വരുമ്പോൾ ഓർക്കേണ്ടത് എന്താണെന്നറിയാമോ? എന്റെ ഗുരുവും എന്റെ നാഥനുമായ ഈശോയുടെ സഹനത്തിൽ ഭാഗവാക്കാകുവാൻ, ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുവാൻ എനിക്ക് കിട്ടുന്ന കൃപയുടെ നിമിഷമായിട്ട് കരുതുക. നമ്മുടെ അനുദിന ജീവിതത്തില് ഓരോ നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഓരോ വേദനകൾ ഉണ്ടാകുമ്പോൾ, ഓരോ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ദൈവം പോലും നമ്മളെ കൈവിട്ടു എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. എന്നാൽ ആ ഒരു മനോഭാവം മാറ്റിവെച്ചിട്ട്, ഇതൊരു ശാപമല്ല, ഇതൊരു അനുഗ്രഹമാണ്, എന്റെ കർത്താവിന്റെ സഹനത്തിൽ പങ്കുചേരാൻ കിട്ടുന്ന കൃപയുടെ നിമിഷമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആ പ്രതിസന്ധികളിൽ ലോകത്തിന്റെ പുറകെ പോകാതെ ജീവിക്കുന്ന ഈശോയെ ഒന്ന് അള്ളിപ്പിടിക്കേ, ജീവിക്കുന്ന ഈശോയെ ഒന്ന് മുറുകെ പിടിക്കേ. ആ ജീവിക്കുന്ന ഈശോ നമ്മുടെ നൊമ്പരങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക് ഈശോ വരും. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറഞ്ഞത്, അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനോടുകൂടെ സഹിക്കുവാനുമുള്ള അവകാശം.
അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനോടുകൂടെ സഹിക്കുവാനുമുള്ള അവകാശം. അപ്പോൾ ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വേദനകളും ഈ ദുഃഖങ്ങളും ഒരു ദുരന്തമല്ല. അത് ഗുരുവും നാഥനുമായ യേശുവിനോടൊപ്പം സഹിക്കാനുള്ള ഒരു അവകാശമായി കരുതി നമ്മുടെ വേദനകളെ കർത്താവിന്റെ കുരിശോട് ചേർത്ത് സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴുണ്ടല്ലോ, അതൊരു അനുഗ്രഹമായിട്ട് മാറും, അത് അഭിഷേകമായിട്ട് മാറും. നമ്മുടെ വേദനകൾ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് മാറും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിരാശപ്പെടാതെ, എന്നെ സ്നേഹിക്കുന്ന എന്റെ ഈശോ എന്റെ കൂടെയുണ്ട്, എന്നോടൊപ്പം കരയുന്ന, എന്റെ വേദനകളിൽ പങ്കുചേരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. നമുക്കറിയാം, ലാസറിനെ നഷ്ടപ്പെട്ട ആ സഹോദരിമാര് വാവിട്ട് കരയുമ്പോഴ് ആ സഹോദരിമാരോടൊപ്പം കരയുന്ന ഒരു ഈശോയെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ആ ഈശോ നമ്മുടെ വേദനകളിൽ നമ്മളോടൊപ്പം കരയുന്നുണ്ട്. നമ്മുടെ യാതനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് ആശ്വാസമായി ആ കർത്താവ് കടന്നു വരും. ആ നാഥന്റെ കരുതൽ, ആ നാഥന്റെ സ്നേഹം, അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാം. അതിനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.